ബംഗളൂരുവിലെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ മരണത്തിൽ കുടുംബം നിയമ നടപടിയിലേക്ക്. അധ്യാപകന്റെ മാനസിക പീഡനമാണ് മരണത്തിന് കാരണമായെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അരുവിക്കര പോലീസിൽ ഇന്ന് പരാതി നൽകും. അതിനിടെ സന്ദീപ് എന്ന അധ്യാപകന്റെ പീഡനം സഹിക്കാൻ കഴിയാതെ നിരവധി വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ചു എന്ന വെളിപ്പെടുത്തലും പുറത്തുവന്നിരിക്കുകയാണ്. ആദിത്യന്റെ മരണത്തിന് പിന്നാലെ BTL കോളേജിലെ അധ്യാപകനായ സന്ദീപിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം ഉയർത്തിയത്. ഇത് ചൂണ്ടിക്കാട്ടി ബംഗളൂരു ഹെബ്ബേഗോഡി സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു. എന്നാൽ ബംഗളൂരുവിൽ നൽകിയ പരാതിയിൽ നീതി ലഭിക്കില്ല എന്ന ആശങ്കയിലാണ് കുടുംബം. ഇതോടെയാണ് കേരളത്തിൽ കൂടി പരാതി നൽകാൻ തീരുമാനിച്ചത്. കുടുംബ പ്രശ്നമായി കേസ് തിരിച്ചുവിടാൻ ശ്രമമുണ്ട് എന്നും ആദിത്യനെ പലതവണ അധ്യാപകൻ നാണം കെടുത്തിയിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഞാൻ വേറെ കല്യാണം കഴിച്ചെന്നൊക്കെയാണ് അവിടെ പറഞ്ഞത്. അത് അവർ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഫാമിലി ഇഷ്യൂവിന്റെ കാര്യം കൊണ്ട് ചെയ്തു എന്നുള്ളത് അവർക്ക് വരുത്തി തീർക്കുക, അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇതിനിടെ കോളേജിൽ നിന്ന് പഠനം ഉപേക്ഷിച്ച മുൻ വിദ്യാർത്ഥിയും ഗുരുതര വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി. സന്ദീപ് നടത്തുന്ന പീഡനം താങ്ങാൻ കഴിയാതെയാണ് താനടക്കം 15ഓളം വിദ്യാർത്ഥികൾ പഠനം നിർത്തിയത് എന്ന് വിദ്യാർത്ഥി പറയുന്നു. എത്ര വിദ്യാർത്ഥികളോളം അവിടുന്ന് ഇങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്? ബാച്ചിൽ തന്നെ ഒരു 15 പേരോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ബാച്ചിൽ നിന്ന്? ഒരു ബാച്ചിൽ തന്നെ. ഈ പുള്ളി എങ്ങനെയാണ് വിദ്യാർത്ഥികളെ എങ്ങനെ മാനസികവും ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിക്കുന്ന ആളാണ്? ഉണ്ട്, നല്ലതായിട്ടുണ്ട്. കുടുംബത്തിന്റെ ആരോപണങ്ങളും വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തലും പുറത്തുവന്ന സാഹചര്യത്തിൽ ആദിത്യന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.